നീ വീണുപോയിട്ടും നിന്റെ വെളിച്ചം മങ്ങിയിട്ടില്ല. അവർ നിന്നെ നിശബ്ദനാക്കിയില്ല. നീ മൂകനല്ല. നിന്റെ കരുത്തും ആവേശവും ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുന്നു. അവർക്ക് ഞങ്ങളെ തടയാനാകില്ല. പ്രിയ സഖാവേ, കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ വാർഷിക ദിനത്തിൽ CPM ലോക്കൽ കമ്മിറ്റി പുഷ്പന് സമ്മാനിച്ച ഫലകത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു. ചൊക്ലി മേനപ്പുറത്തെ വീടിന്റെ അലമാരയിൽ ഇപ്പോഴും ആ ഫലകം ഉണ്ടാകണം. ഇത് അവശതയുടെ കിടക്കയിൽ ഇത്ര കൊല്ലം കിടന്ന പുഷ്പന് ലഭിച്ച അംഗീകാരമല്ല. പകരം വയ്ക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് പുഷ്പനേക്കാൾ വലിയ വൈകാരിക പ്രതീകമില്ല എന്നുള്ളതാണ് ഇതിലൂടെ വെളിവാകുന്നത്. വീണുപോയിട്ടും വെളിച്ചം മങ്ങിയില്ലെന്നത് നേര്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി നിശബ്ദനായിട്ടുണ്ട് പലവട്ടം. തൻ്റെ സഹനത്തിൻ്റെ കരുത്തും സാഹസികതയുടെ ആവേശവും കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞവർ അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴെല്ലാം പുറമേ നിശബ്ദനായിരുന്നു പുഷ്പൻ. ചെറുകുടലിൽ സങ്കീർണമായ ശസ്ത്രക്രിയ, ആഴ്ചകൾ നീണ്ട ആശുപത്രിവാസം, ദേഹപീഡകൾ പുഷ്പനെ വിട്ടൊഴിഞ്ഞതേയില്ല. വർഷങ്ങൾ ഒരേ കിടക്കയിൽ കിടന്നിട്ടും പണ്ട് നിറതോക്കിന് മുന്നിലേക്ക് എടുത്തു ചാടിയതു തന്നെയാണ് ആ മനസ്സ്. പക്ഷേ അകത്തും പുറത്തും വേദന പേറുന്ന ശരീരം ചെറുയാത്രയ്ക്ക് പോലും ഇത്രനാൾ പുഷ്പനെ അനുവദിച്ചിരുന്നില്ല. 1994 നവംബർ 25 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. മനുഷ്യന്റെ ചോര പടർന്നൊഴുകി മണ്ണ് കറുത്ത വെള്ളി. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ വഴിയിൽ തടയാൻ DYFI പരിപാടിയിട്ടിരുന്ന സമയം. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അന്നത്തെ മന്ത്രി MV രാഘവൻ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ട മന്ത്രി N രാമകൃഷ്ണൻ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് പിൻവാങ്ങിയിരുന്നു. പിന്മാറാതെ രാഘവൻ എത്തി. കൂത്തുപറമ്പിലും പരിസരത്തും വൻ പോലീസ് സന്നാഹം. 2000-ഓളം DYFI പ്രവർത്തകർ. പകൽ 11:55 ആയപ്പോഴേക്കും പോലീസ് സംരക്ഷണത്തോടെ മന്ത്രി എത്തി. മുദ്രാവാക്യം മുഴക്കി ഇരമ്പിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. തിരിച്ച് കല്ലേറുമുണ്ടായി. ചിതറി ഓടിയവർക്കിടയിലൂടെ വഴിയുണ്ടാക്കി മന്ത്രിയുടെ വാഹനം ടൗൺ ഹാളിലേക്ക് പോയി. മന്ത്രി ഹാളിൽ കയറുന്നതിനിടയിൽ റോഡിൽ വെടിവയ്പ് തുടങ്ങി. ഹാളിനുള്ളിലും ലാത്തിചാർജ്. പലരും അടിയേറ്റ് വീഴുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. പോലീസുകാർ ഒരുക്കിയ വലയത്തിനുള്ളിൽ നിന്ന് നിലവിളക്ക് കൊളുത്തി ബാങ്ക് ഉദ്ഘാടനം ചെയ്ത MBR 13 മിനിറ്റാണ് അന്ന് പ്രസംഗിച്ചത്. സ്വതസിദ്ധ ശൈലിയിലുള്ള ഈ പ്രസംഗവും പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കുകയുണ്ടായി. പോലീസുകാരുടെ കനത്ത വലയത്തിലൂടെ പുറത്തേക്കിറങ്ങിയ മന്ത്രി തിരിച്ച് കണ്ണൂരിലേക്കും പോയി. ഇതിനിടയിൽ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ടും പിരിഞ്ഞു പോകാതിരുന്ന ജനക്കൂട്ടത്തിന് നേരെ വീണ്ടും വെടിവയ്പും തുടങ്ങി. 2 മണിക്കൂറോളം തുടർന്ന വെടിവയ്പ്പിനൊടുവിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാജീവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV റോഷൻ, പ്രവർത്തകരായ V മധു, ഷിബുലാൽ, കുണ്ടുച്ചിറ ബാബു എന്നിവർ മരിച്ചു വീണു. പുഷ്പൻ, മാങ്ങാട്ടിടം മങ്ങാട് സജീവൻ, കൂത്തുപറമ്പ് ചാലിൽ സജീവൻ, തലശ്ശേരി കപ്പണപുങ്കാംചേരി പ്രസാദ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് അങ്ങോട്ട് പുഷ്പന്റെ യാത്ര ഒരേ കിടക്കയിൽ തന്നെ. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് 8ാം ക്ലാസ് വരെ മാത്രമാണ് ഔപചാരിക വിദ്യാഭ്യാസം. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നെങ്കിലും കുടുംബം പോറ്റാൻ ജോലി ആവശ്യമാണെന്ന ഘട്ടത്തിൽ ബംഗളൂരുവിൽ വണ്ടി കയറുകയായിരുന്നു. അവിടെ പലചരക്ക് കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിന്റെ നടുവിലായിരുന്നു സംഘടന. അതിന്റെ ഒത്ത നടുവിലേക്ക് തന്നെ പുഷ്പനും എടുത്തു ചാടുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷ്മനാ നാഡിക്കാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് അന്നു മുതലേ തളരുകയായിരുന്നു. അന്ന് കിടപ്പിലായതാണ് പുഷ്പൻ. പാർട്ടിയുടെ വലയത്തിൽ പ്രവർത്തകരുടെ കൈപിടിച്ചാണ് പിന്നെ ജീവിതമുണ്ടായിരുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവർ അക്കൂട്ടത്തിലുണ്ട്. സ്മരണകളിരുമ്പും രണസ്മാരകങ്ങളെ എന്ന് കണ്ണൂരിലെ സഖാക്കൾ പാടുന്നത് കൂത്തുപറമ്പിലെ ഈ 5 രക്തസാക്ഷികളെയും പുഷ്പനെയും കൂടി ഓർത്താണ്. എന്നാൽ സൗകര്യപ്രദമായ കൂത്തുപറമ്പ് സ്മരണകൾ മറന്നിട്ടുണ്ട് കണ്ണൂരിലെ പാർട്ടി. പാർട്ടി ഭരണകാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോഴോ പരിയാരം മെഡിക്കൽ കോളേജിന് ഭരണം പിടിച്ചപ്പോഴോ മാത്രമല്ല അത്. കൂത്തുപറമ്പ് വെടിവയ്പിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയ MBRനെ 2 പതിറ്റാണ്ടിന് ശേഷം രാഷ്ട്രീയാലിംഗനം ചെയ്ത് കേരളം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മകന് നിയമസഭാ സീറ്റും സമ്മാനിക്കുകയുണ്ടായി. പാർട്ടിക്കപ്പുറം ഒരു വാക്കില്ലാത്ത പുഷ്പൻ ഒരു എതിർ ശബ്ദവും അന്നും ഉയർത്തിയില്ല. നീണ്ട വർഷത്തെ കിടപ്പ് ജീവിതത്തിന്റെ സഹനമാകാം മനസ്സിനെ പാകപ്പെടുത്തിയത്.